വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പയുടെ ഓർമ്മദിനം ആഘോഷിക്കുന്നു. AD 540 റോമായിൽ ഒരു സെനറ്റർ കുടുംബത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോർഡിയാനൂസിന്റെയും സിവിയ പുണ്യവതിയുടെയും മകനായി ഗ്രിഗറി ജനിച്ചു. 30-ാമത്തെ വയസ്സിൽ തന്റെ വസ്തുവകകളെല്ലാം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനായി വിട്ടുകൊടുത്തു. സ്വഭവനവും ഒരു ആശ്രമമാക്കി മാറ്റി. അതാണ് റോമിലുള്ള വിശുദ്ധ ആൻഡ്രൂസിന്റെ ആശ്രമം. AD 575 ഗ്രിഗറി സന്യാസവ്രതം സ്വീകരിച്ചു. ആശ്രമത്തിലെ ഹ്രസ്വമായ ജീവിതമായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ജീവിതമെന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുകയുണ്ടായി. തന്റെ ആശ്രമത്തിലെ ഒരു സന്യാസി 3 സ്വർണ്ണ നാണയം സ്വന്തമായി കൈവശം സൂക്ഷിച്ചിരുന്നു. ആ വിവരം പുറത്തറിഞ്ഞപ്പോൾ ആ സന്യാസിയോട് ആരും സംസാരിച്ചുകൂടാ എന്ന് ഗ്രിഗറി നിശ്ചയിച്ചു. ആ സന്യാസി മരിച്ചപ്പോൾ സന്യാസികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചില്ല. എങ്കിലും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി ദിവ്യബലി അർപ്പിക്കണമെന്ന് ഫാദർ ഗ്രിഗറി ആജ്ഞാപിച്ചു. 30-ാം ദിവസം അദ്ദേഹത്തിന്റെ ആത്മാവ് ബ്രദർ കോപ്പിയോസൂസിന് പ്രത്യക്ഷപ്പെട്ടു. താൻ ശുദ്ധീകരണ സ്ഥലത്തായിരുന്നുവെന്നും അവിടെ നിന്ന് മോചിതനായെന്നും അറിയിച്ചു. ഈ സംഭവത്തിന് ശേഷം മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ഗ്രിഗോറിയൻ കുർബാന എന്നാണ് അറിയപ്പെടുന്നത്. പെലാജിയൂസ് 2-ാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഫാദർ ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം 14 വർഷം മാർപ്പാപ്പയായി ഭരണം നടത്തി. തന്റെ കാലയളവിൽ ധാരാളം ആര്യൻ പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തുകയും ജോബിന്റെ പുസ്തകത്തിലെ സന്മാർഗ തത്വങ്ങൾ, ആത്മപാലനം മുതലായ 800ഓളം പുസ്തകങ്ങൾ 14 വർഷത്തിനിടയിൽ എഴുതുകയുണ്ടായി. താൻ മാർപ്പാപ്പയായിരുന്നപ്പോൾ റോമാ നഗരത്തിൽ ഏകാന്തമായൊരു മുറിയിൽ അജ്ഞാതനായൊരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു. ഈ വാർത്ത മാർപ്പാപ്പ അറിഞ്ഞപ്പോൾ അത് തന്റെ കുറ്റമായി സ്വയം ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷയായി ഏതാനും ദിവസം തന്നെത്താൻ വിശുദ്ധ കുർബാന വിലക്കി മാറ്റി നിർത്തി. അധ്വാനവും തപസ്സും കൊണ്ട് വളരെ ക്ഷീണിതനായ അദ്ദേഹം AD 604 മാർച്ച് 12-ാം തീയതി 64-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഗായകരുടെയും പണ്ഡിതരുടെയും അധ്യാപകരുടെയും മധ്യസ്ഥനായി അദ്ദേഹം അറിയപ്പെടുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്കും എന്നും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.